ഹായ്, നമ്മളെല്ലാവരും ഒന്ന് യാത്ര പോകാനായിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. ഒരു ട്രിപ്പ് പോകാനാണെങ്കിലും മറ്റെന്തെങ്കിലും ആവശ്യത്തിനാണെന്നുണ്ടെങ്കിലും ഒരു പക്ഷേ നമ്മൾ ലോങ് യാത്ര പോകുമ്പോൾ കൂടുതലായിട്ടും വണ്ടിയുള്ള ആൾക്കാർ അവരുടെ സ്വന്തം കാറ് വയ്ക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ യാത്ര ചെയ്യുന്നതിൻ്റെ സൗകര്യത്തിന് വേണ്ടിയിട്ട് കുറച്ചുകൂടി ഒരു എൻജോയ്മെൻറ്റിൽ പോകാൻ വേണ്ടിയിട്ട് ട്രെയിൻ യാത്ര വയ്ക്കും. പലപ്പോഴും നമ്മൾ ട്രെയിൻ ടിക്കറ്റ്, അതായത് ട്രെയിൻ യാത്ര വയ്ക്കുമ്പോൾ സീറ്റ് നമുക്ക് കിട്ടാറില്ല. കാരണം ഒരു എപ്പോഴും ഒരു 89% നമ്മൾ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുകയാണെങ്കിൽ ഒരാഴ്ച മുമ്പൊക്കെ ബുക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്നൊരു ട്രിപ്പ് പ്ലാൻ ചെയ്ത്, നമ്മൾ കൂട്ടുകാരൊക്കെ ട്രിപ്പ് പ്ലാൻ ചെയ്ത്, പക്ഷെ നാളെ നമുക്കൊരു ഇന്നൊരു കൊച്ചിയിലേക്ക് പോകാം അല്ലെങ്കിൽ തിരുവനന്തപുരത്തേക്ക് പോകാമെന്ന് പറയുമ്പോൾ ട്രെയിനിൻ്റെ ടിക്കറ്റ് നോക്കുമ്പോൾ ഉണ്ടാവില്ല. ചിലപ്പോൾ ട്രെയിൻ വെയിറ്റിംഗ് ലിസ്റ്റ് ആയിരിക്കും, ഫുള്ളായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, സ്റ്റേഷനിൽ പോയിട്ട് സാധാ ടിക്കറ്റ് എടുത്ത് തൂങ്ങി പിടിച്ച് പോകേണ്ട ഒരു അവസ്ഥയാണ്. യാത്രാ ക്ഷീണമുണ്ടൊക്കെ ആയിട്ട്. ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നമുക്ക് KSRTC ബസ്സുകൾ ഉപയോഗിക്കാം. KSRTCയുടെ AC ലോ ഫ്ലോറുകൾ ബസ്, അതൊക്കെ നല്ല സുഖമായിട്ട് നമുക്ക് യാത്ര ചെയ്യാം. അല്ലെങ്കിൽ പ്രൈവറ്റ് ട്രാവൽസുകൾ ബസ് ഉപയോഗിക്കാം. അപ്പോൾ ഇങ്ങനത്തെ ബസ്സുകളുടെ ടിക്കറ്റ് നമുക്ക് എങ്ങനെ ബുക്ക് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ നോക്കാനായിട്ട് പോകുന്നത്. ഞാൻ മുമ്പ് പരിചയപ്പെടുത്തിയിട്ടുള്ള ഒരു ചെറിയൊരു ആപ്ലിക്കേഷൻ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഇന്ന് ഈ ബസ് ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. IXIGO എന്ന് പറഞ്ഞിട്ടുള്ള ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ഞാൻ മുമ്പ് എൻ്റെ ഈ ചാനലിൽ തന്നെ പരിചയപ്പെടുത്തിയിട്ടുള്ള ഒരു ചെറിയൊരു ആപ്ലിക്കേഷൻ. ഈ ആപ്ലിക്കേഷൻ തുറക്കുമ്പോൾ തന്നെ ഇതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ഒന്നും പറയുന്നില്ല, കാരണം മുമ്പ് പരിചയപ്പെടുത്തുന്നത് ഫസ്റ്റ് ഇൻ്റർഫേസിലാണ് ഒരു ബസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ. അപ്പോൾ അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ഫേസിലേക്ക് വരും. അന്ന് ഫസ്റ്റ് തന്നെ നമുക്ക് ഇവിടം വരെയാണ് യാത്ര ചെയ്യേണ്ടത്. അപ്പോൾ കൊച്ചിയിൽ നിന്ന് ടു കോഴിക്കോടാണെങ്കിൽ അങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് കൊടുക്കുകയാണ്. എന്നിട്ട് എവിടെ വരെയാണോ എന്നുള്ളത്, ഇപ്പോൾ കാലിക്കറ്റ് ആണെങ്കിൽ കാലിക്കറ്റ് കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ അവിടെ എവിടേക്കാണോ യാത്ര ചെയ്യേണ്ടത് അവിടെ നിങ്ങളവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഞാൻ കാലിക്കറ്റ് എന്ന് കൊടുത്തു. ഈ പ്രത്യേകം എന്നുള്ളൊരു സംഭവമാണ് ഡേറ്റ്. ഏത് ഡേറ്റിനാണോ നിങ്ങൾക്ക് യാത്ര ചെയ്യേണ്ടത് എന്നുള്ളത് കാര്യം ഒന്ന് പ്രധാനമായിട്ടും നോക്കുക. എന്നിട്ട് അതനുസരിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ആ ഒരു ഡേറ്റ് കറക്റ്റായിട്ട് നിങ്ങൾക്കൊന്ന് സെലക്ട് ചെയ്ത് ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കൊടുക്കുകയാണ്. അപ്പോൾ നവംബർ 6 കൊടുത്തപ്പോൾ ആ ഒരു സമയത്തുള്ള ഒരു ബസ്സുകളുടെ ലിസ്റ്റാണ് നിങ്ങൾക്കിപ്പോൾ അവിടെ കാണാനായിട്ട് പറ്റുന്നത്. അതിൽ കേരള SRTC ഉണ്ട്, പ്രൈവറ്റ് ബസ്സുകളുണ്ട്, AC ബസ്സുകളുണ്ട്, പിന്നെ സാധാ സൂപ്പർ ഫാസ്റ്റ് ബസ്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അത് എടുക്കുക. അപ്പോൾ അവിടെ എഴുതി കാണിക്കുക നോൺ AC എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സംഭവങ്ങൾ. AC ബസ് ആണെങ്കിൽ കുറച്ച് ക്യാഷ് കൂടും. സാധാ ആണെങ്കിൽ ഇതുണ്ട് 134 രൂപ 84 രൂപയൊക്കെ ഉള്ളൂ സാധാ പ്രൈവറ്റ് ബസ്സിനായിട്ട്. അപ്പോൾ ഞാനൊരു ബസ് സെലക്ട് ചെയ്തു. ഇനിയിപ്പോൾ ഇതുപോലൊരു ഓപ്ഷൻ വരും. ഇത് സീറ്റ് നമ്പറാണ്. ഏത് സീറ്റ് നമ്പറാണോ നിങ്ങൾക്ക് വേണ്ടത് അതൊന്ന് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഏതെങ്കിലും ഒന്ന്. ഇപ്പോൾ ഫസ്റ്റ് സീറ്റ് നമ്പർ 217 തന്നെയാണ് കൊടുത്തത്. അപ്പോൾ ആ ഒരു സീറ്റ് നമ്പർ കൊടുക്കുക. ഇനി ഇവിടെ നിന്നാണ് ബസ് കയറേണ്ട സ്ഥലമാണ് അവിടെ കയറുന്നത്. വൈറ്റില ഹബ്ബ്, അതായത് കൊച്ചിയിലുള്ള ഒരു സ്ഥലമാണ് വൈറ്റില ഹബ്ബ് എന്ന് പറഞ്ഞിട്ട്. ഡ്രോപ്പ് നമുക്ക് എവിടെയാണോ എത്തേണ്ടത്, കോഴിക്കോടാണല്ലോ, അപ്പോൾ നമ്മളവിടെ കോഴിക്കോട് കൊടുത്തു. ഇനി ഇതൊരു പ്രധാനപ്പെട്ട ഒരു ഓപ്ഷനാണ്. എത്ര പേരാണ് യാത്ര ചെയ്യുന്നത് എന്നുള്ളത്. ആഡ് എ ന്യൂ ട്രാവലർ എന്നൊരു ഓപ്ഷൻ കണ്ടോ. ഓൾറെഡി ഞാൻ ഇതിൽ എൻ്റർ ചെയ്ത് കൊടുത്തതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ പേര് മാത്രമേ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ഒരുപാട് നിങ്ങളെ കൂട്ടുകാരുണ്ടാകും അല്ലെങ്കിൽ മറ്റു ആൾക്കാരൊക്കെ ഉണ്ടാകും. അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾ അവിടെ എത്ര ആൾക്കാരുണ്ട് എന്നുള്ളതൊന്ന് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നമ്മൾ ഇങ്ങനത്തെ ഒരു സെക്ഷനിലായിരിക്കും എത്തുക. അപ്പോൾ ഇവിടെ ഉണ്ട് ഒരുപാട് ഓപ്ഷൻസുകളുണ്ട്. ഇവിടെ ഈ ഒരു കോൺടാക്റ്റ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓപ്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ കയ്യിലുള്ള ഒരു ഫോണിൻ്റെ എപ്പോഴും കയ്യിലുള്ള ഒരു ഫോണിൻ്റെ നമ്പർ കൊടുക്കുക. കാരണം എന്താ വെച്ചാൽ ബസ് എടുക്കുന്നതിൻ്റെ ഒരു 3 മണിക്കൂർ മുമ്പ് ആ ഒരു ബസ്സിൻ്റെ പേരും ഡീറ്റെയിൽസും കണ്ടക്ടർ നമ്പർ വരെ നമ്മുടെ ഫോണിലേക്ക് മെസ്സേജ് വരും. മെയിൽ ID അത്ര നിർബന്ധമില്ല. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മളിവിടെ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് ആ ബസ്സിൻ്റെ കണ്ടക്ടർ നമുക്ക് വിളിക്കും. ഇന്ന ബസ്സിൽ നിങ്ങൾ റിസർവ് ചെയ്തിട്ടില്ലേ, അപ്പോൾ ഞങ്ങളിവിടെ സ്റ്റാൻഡിലുണ്ട്, നിങ്ങൾ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ട് നമ്മുടെ ഈ നമ്പർ ഇതിൽ കൊടുത്തിട്ടുള്ള ഈ ഒരു നമ്പറിലേക്ക് അവർ വിളിക്കും. അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട ഒരു ചെറിയൊരു സ്ഥലമാണ്. അതിനനുസരിച്ചിട്ടും ഇത്രയേ ഉള്ളൂ. എന്നിട്ട് ഇതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ ക്യാഷ്, അതായത് ബസ്സിൻ്റെ പേയ്മെൻറ്റ് നിങ്ങൾ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി അത് കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് അടിച്ചാൽ ഇങ്ങനെ ക്യാഷ് കൊടുക്കുന്ന ഒരു ചെറിയൊരു സെക്ഷനിലേക്കായിരിക്കും നമ്മളെത്തുക. നമ്മുടെ ATM കാർഡ് ഇതിനകത്ത് ആഡ് ചെയ്യാൻ പേപ്പാൽ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യുകയാണെങ്കിൽ 300% ക്യാഷ് ബാക്ക്, അതായത് 50%-ഓളം ക്യാഷ് ബാക്ക് നമുക്ക് കിട്ടും. 300 രൂപയിൽ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ഞാൻ തൽക്കാലം നോ കൊടുക്കുകയാണ്, കാരണം പേയ്മെൻറ്റ് കൊടുത്താൽ നമ്മുടെ ടിക്കറ്റ് കൺഫേം ആണ്. പിന്നെ മറ്റൊരു പ്രൊസീജിയേഴ്സ് ഇല്ല. ഞാൻ മുമ്പ് ബുക്ക് ചെയ്തിട്ടുള്ള ഒരു ചെറിയൊരു ബസ്സിൻ്റെ ടിക്കറ്റ് ഞാനിന്ന് ഇവിടെ കാണിക്കാം. ഞാൻ ഇതിൻ്റെ സെറ്റിങ്സിൽ പോയിട്ട് മൈ ബുക്ക് കേട്ടോ.
ഒരു ബസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷനിൽ കൊടുത്തു. ഞാൻ മുമ്പ് ഒരു ദിവസം കൊച്ചിയിൽ നിന്നും കോഴിക്കോടേക്ക് ഞാൻ ഒരു ബസ്സിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ടിക്കറ്റാണ് നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് പറ്റുന്നത്. ഞാൻ നേരത്തെ അവിടെ കണ്ടതുപോലെ എന്താ പറയുക, അതായത് നിങ്ങൾ ആ പേയ്മെൻറ്റ് കൊടുത്തതിന് ശേഷമുള്ള ഒരു സെക്ഷൻ ഇങ്ങനെയാണ് വരിക. അപ്പോൾ എറണാകുളത്താണെങ്കിൽ ബസ്സിൻ്റെ സ്റ്റാൻഡ് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്നിട്ട് നിങ്ങൾ ഈ ഒരു ബസ് സ്റ്റാൻഡിലേക്ക് പോകാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും എൻ്റെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം വീഡിയോക്ക് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഈ വീഡിയോയെക്കുറിച്ചുള്ള എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിൽ വേറൊരു സബ്ജക്റ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.